So hey everyone, welcome to Alan's YouTube channel. So ഇന്ന് രാവിലെ അലൻ ഡാൻസിന് പോയേക്കുമായിരുന്നു. അപ്പോൾ അവൻ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ഫിഷ് ഫ്രൈൻ്റെ വീഡിയോ ആക്കാന്ന്. സോ അവൻ വരുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അവൻ വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം ഇന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് തീർക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇന്ന് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് റോഹു ഫിഷിലാണ്. സോ ഇത് കുറച്ച് മുള്ളുള്ള ഫിഷ് ആണെങ്കിലും ഇറ്റ്സ് വെരി ടേസ്റ്റി. സോ ഫിഷ് ഓൾറെഡി അവർ ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എന്നാലും ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് വെറും വെള്ളത്തിൽ ക്ലീൻ ചെയ്യാം. സോ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഒരു വട്ടം കൂടി ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് റോക്ക് സോൾട്ട് കല്ലുപ്പിട്ടിട്ട് ഒന്നുകൂടി കഴുകാം. സോ 1 handful ഓർ 2 ഇച്ചിരി ഇടാം. ഇനി ഇത് ഒന്നുകൂടി എന്തെങ്കിലും റഫ് പാട്ടൊക്കെ ഇളകി പോകണമെങ്കിൽ ചുടി വൃത്തിയാകാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് rock salt. മുള്ളുള്ളതുകൊണ്ട് സോൾട്ട് ഇട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ സോൾട്ടിനെയും അഴുക്കിനൊക്കെ ഒന്ന് റിലീസ് ചെയ്തെടുക്കാം. ഇനി ഈ ഫിഷിലേക്ക് നമുക്ക് കുറച്ച് ടേമറിക് പൗഡർ. സോ ടേമറിക് പൗഡർ ഏകദേശം ഒരു 2-3 സ്പൂൺസ് ഇടാം, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് സോ നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ആ മഞ്ഞപ്പൊടി ഒന്ന് ഇച്ചിരി പോകണം. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാൻ ഈ ഫിഷെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം.
മസാല പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂൺസ് ടേബിൾ സ്പൂൺസ് എത്ര വേണമെങ്കിൽ നിങ്ങളുടെ ഫിഷിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്. ഓക്കെ, ഇനി അല്ല മുളക് പൊടിൻ്റെ റേഷ്യോ കുറച്ച് കൂടുതലുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് കൊറിയാണ്ടർ പൗഡർ അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പൊതുവെ ആൾക്കാർ കൊറിയാണ്ടർ പൗഡർ ഇടാറില്ല. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. യു ക്യാൻ ഓൾട്ടർ അക്കോർഡിംഗ് ടു യുവർ ടേസ്റ്റ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മേ ബി ഇത്ര 1/4 ടീസ്പൂൺ. ഓക്കെ, salt according to your taste, 1 teaspoon or 1 tablespoon. Next നമുക്ക് വേണ്ടത് ginger garlic paste ആണ്. So we have taken fresh ginger garlic. ഇത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. So this garlic, garlic, remove garlic. Garlic ഒന്ന് പേസ്റ്റ് ആകുമ്പോഴത്തേക്ക് we can put our ginger. സോ നമ്മളിത് പേസ്റ്റ് ചെയ്യുമ്പം ഇറ്റ് ഷുഡ് ബി നന്നായിട്ട് ഇത് പേസ്റ്റാണ്, തരിതരിപ്പായിരിക്കരുത്, എന്നാലേ നമ്മുടെ മസാലയിലൊക്കെ പിടിക്കൂ. സോ നമ്മളിത് ഓൾമോസ്റ്റ് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ യു ക്യാൻ സീ കുറേ നേരത്തെ പണിയാണ്, കൈയൊക്കെ നല്ല വേദനയുണ്ട്. എന്നാലും പറ്റില്ലെങ്കിൽ വലിയ ആൾക്കാരുടെ ഹെൽപ്പ് തരാൻ നോക്കുക. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഈ മസാലയിലേക്ക് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഫുൾ ലൂസും പാടില്ല, ടൈറ്റായിട്ടുണ്ടാവരുത്. സോ ഇനി ഈ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കറി ലീവ്സ്, ഓക്കെ, കറിവേപ്പില എടുക്കുക. ഒരു 2 stems മതി. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആൻഡ് യൂഷ്വലി നമ്മൾ മസാല ചെയ്യുമ്പം അതിൽ ഇച്ചിരി കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് നന്നായി വരും. ബട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഓൾറെഡി കുറേ നന്നായിട്ട് എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആ മസാല മിക്സ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ കുറച്ച് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ബട്ട് യു ക്യാൻ ഓൾവേസ് ആഡ് ഇറ്റ്, കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആവും. ഓക്കെ, സോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. സോൾട്ടൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഇനിയും ഇടാം അക്കോർഡിംഗ് ടു യുവർ ടേസ്റ്റ്. ഇനി നമുക്ക് മീൻ, ഓക്കെ, മീൻ എടുത്തിട്ട് മസാല തേക്കാനായിട്ട്. ഓക്കെ, നന്നായിട്ട് എല്ലായിടത്തും പുരട്ടി ഇടണം. ഓക്കെ, ഓക്കെ, സോ അപ്പോഴത്തേക്ക് ഇത്ര ഫിഷ് മതി. നമുക്കിതൊക്കെ മസാല തേച്ചെടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഫിഷിനും മസാല തേച്ച് കഴിഞ്ഞു. ആൻഡ് ഇത് തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഭയങ്കര മുള്ളുള്ള മീനാണ്. സോ പെട്ടെന്നൊട്ടും ചെയ്യാണ്ട് സ്ലോ ആയിട്ട് ചെയ്താൽ കയ്യിലൊന്നും കുത്തിക്കില്ല. ഓക്കെ, നമ്മൾ മസാല ഒക്കെ തേച്ച് കഴിഞ്ഞു. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, മസാല തേച്ച് മീൻ ഇവിടെ വെക്കാം. കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വെച്ചാൽ മസാല എല്ലാം പിടിച്ച് ഫ്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സമയം ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ക്ലോസ് ചെയ്ത് വെക്കുന്നതാണ് ഇച്ചിരി ഭേദം. ഓക്കെ, നമ്മുടെ ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കിന്ന് മോര് കറി ആക്കാം. സോ അതിനായി ഫസ്റ്റ് നമുക്ക് ജീരകം, ചെറിയുള്ളി ക്ലീൻ ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, തൈര്, ഇത്രയാണ് മോരുകറിക്ക് വേണ്ടത്. ഫസ്റ്റ്ലി നമുക്ക് തേങ്ങ ചിരകാം. ഓക്കെ, അപ്പം നമ്മുടെ തേങ്ങ ഓൾമോസ്റ്റ് ഹാഫ് തേങ്ങ ഫുള്ള് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. മൊത്തം തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ജീരകം ഓൾമോസ്റ്റ് 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഒരു 3-4 ഇടാം. ഓക്കെ, ഇനി മുളക്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം. കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ വേണ്ട, നമുക്ക് വഴറ്റുമ്പോൾ മാത്രം ഇട്ടാൽ മതി. ഓക്കെ, ഇനി കുറച്ച് ടർമറിക് പൗഡർ. ഓക്കെ, ഇച്ചിരി മതി, കൂടുതൽ വേണ്ട. അനുസരിച്ച് വെള്ളം, അത്യാവശ്യത്തിന് വെള്ളം. ഇതൊന്ന് കൂടുതൽ വെള്ളം വേണ്ട, ഇതൊന്ന് നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, ഇത്ര മതി. ഇനി ഇത് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി വെള്ളം അത്യാവശ്യം ഇതെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ച് അത് നല്ലൊരു പേസ്റ്റ് ആവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കുക. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചത് നോക്കാം. സോ ഇത് നന്നായിട്ട് അരിഞ്ഞൊരു സ്മൂത്ത് പേസ്റ്റാണ്. മോരുകറിക്ക് പൊതുവേ സ്മൂത്തായിട്ട് നൈസായിട്ട് ആയിരിക്കണം പേസ്റ്റ് ആണുള്ളത്. നമ്മുടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡ് വെച്ചിട്ട്
നമ്മുടെ തൈര് കുറച്ച് ലൂസാക്കണം. ഓക്കെ, സോ നമുക്കിവിടെ ഓൾറെഡി ഉള്ളത് കട്ട തൈരാണ്. ഇത് ഇച്ചിരി മോര് കറി ആകുമ്പോൾ ഇച്ചിരി ലൂസാക്കണം. നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ലൂസാക്കാം. ഓക്കെ, നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്, ലൂസാക്കിയിട്ടുണ്ട്. സോ ഏകദേശം ഇങ്ങനെ നന്നായിട്ട് ലൂസായി വരണം. അപ്പോൾ നമ്മുടെ മസാലയും തൈരും ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഇത് മോര് കറി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. ഓക്കെ ഓക്കെ നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ട് ചട്ടി ചൂടാകുന്നതിലൊന്ന് സിമ്മിൽ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞിട്ട് കോക്കനട്ട് ഓയിൽ, ഓക്കെ, ആവശ്യത്തിന് കൂടുതൽ വേണ്ട. ഓക്കെ, ഇത്ര കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് നമ്മുടെ ഓക്കെ, സോ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസ്റ്റർഡ് സീഡ്സ് ഇടാം. ഇനി നമുക്ക് ഉലുവ ഇടാം. ഉലുവ ഇച്ചിരി മതി, ഒത്തിരി വേണ്ട. ഈ ഉലുവ ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി ആദ്യം ഇടുക. മുളക്, പിന്നെ ഉള്ളി, മൂന്നും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഉള്ളി ഒന്ന് ഇച്ചിരി ബ്രൗണിഷ് ആയിട്ട് വരുന്നവരെ സോട്ട് ചെയ്യാം. സോ നമ്മളിത് ഉള്ളി ഏകദേശം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കളറിന് വേണ്ടി മാത്രം ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം കേട്ടോ. ഇച്ചിരി ഇട്ടാൽ മതി, കൂടുതൽ വേണ്ട. ഇതൊന്ന് ഇച്ചിരി സോട്ട് ചെയ്യാം. ഇനി തക്കാളി, തക്കാളി ആക്ച്വലി പൊതുവെ മോര് കറിയിൽ ഇടില്ല നമ്മൾ. പിന്നെ തക്കാളി ഇട്ട ഇച്ചിരി നല്ല ടേസ്റ്റ്, നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് തക്കാളി ആഡ് ചെയ്യും. നിങ്ങളിഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം, തക്കാളിയൊക്കെ ഒന്ന് ഇതാവാൻ. ഓക്കെ, അടച്ചു വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇടാം. മിക്സ് ചെയ്തിട്ട് ഓക്കെ, നമുക്കിനി കുറച്ച് സമയം അടച്ചു വെക്കാം. സോ ഇത് കുറച്ച് സമയമായിട്ടുണ്ട്, നമുക്കിനി ഇത് നോക്കാം. ഏകദേശം തക്കാളി കുറച്ച് സ്മൂത്തായിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ഫൈൻ.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പിടാം കേട്ടോ. ആ കോക്കനട്ട് പേസ്റ്റ് നമുക്ക് ഇടാം. ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇച്ചിരി വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഇടാം, ഇല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടായാലും ഇടാം. ഓക്കെ ഓക്കെ സോ ഇത് ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം, അടിയിലേക്കൊന്നും പിടിക്കാത്ത പോലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഏകദേശം 1 സ്പൂൺ ഉപ്പ്. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പിന്നെ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് തൈര് വെച്ചാൽ അവിടെ മുഴുവൻ റെഡി ആക്കി. സോ ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ അപ്പോഴേ തൈര് കുറച്ച് ലൂസാക്കി അല്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, മിക്സ് ആക്ച്വലി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കടുകൊക്കെ വറുത്ത് ഇതിലേക്ക് ഇടുന്നതാണ്. ബട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കടുക് വറുത്തൊക്കെ ഇട്ടുകൊണ്ട് വീണ്ടും കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് അടച്ചു വെച്ചിട്ട് എല്ലാം സെറ്റാവുന്ന വരെ അടച്ചു വെച്ചിട്ട് നമുക്കിനി നമ്മുടെ മസാല തേച്ച് വെച്ച മീൻ വറക്കാം. ഓക്കെ, സോ അലൻ ഓൾറെഡി ഡാൻസ് ക്ലാസ് പോയിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി ഹായ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മീൻ ഫ്രൈ ചെയ്യും. സോ അതിനായി നമ്മൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടാക്കാം. ചൂടായി വരുമ്പം ഇതിലേക്ക് എണ്ണ വെച്ചിട്ട് പിന്നെ മീൻ ഇടാം. ഇത് ചൂടായി വരട്ടെ, കുറച്ച് സമയമാവും. സോ കല്ല് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇവനെ വീട്ടിൽ ഉണ്ണീന്നാട്ടോ വിളിക്കുന്നത്. സോ അലൻ എപ്പോഴും വായിൽ വരില്ല. ഒത്തിരി എണ്ണ വേണമെന്നില്ല. എണ്ണ കുറച്ച് ചൂടാവട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മീൻ ഇടാം. സോ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് കരിവേപ്പില ഇടാം. കരിവേപ്പില സോ നമ്മൾ എന്തുകൊണ്ടാണ് കരിവേപ്പില ഇടുന്നതെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ പറയുന്നത് കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ മീൻ ഇടുമ്പോൾ മീൻ ഒട്ടില്ല, അടി പിടിക്കില്ല. സോ അത് ഓക്കെ, കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മീനിടാം. ഓക്കെ, മീൻ നന്നായിട്ട് മസാല പിടിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് മീനിന് ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. നന്നായി മസാല പിടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഓവർ ക്രൗഡ് ചെയ്യാൻ നിൽക്കണ്ട.
ഇനി ഇത് അടച്ചു വെച്ചാൽ തുറന്നു വെച്ചാൽ എങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. കുറച്ച് നന്നായി മുരിയണം പക്ഷേ. സോ അതുവരെ നമുക്കൊരു ഏകദേശം ഒരു 5 minutes നോക്കാം. നമുക്ക് കരിയാണ്ട് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. ഓക്കെ. അപ്പൊ ഇന്നലെ ഞാനെൻ്റെ പ്ലാൻ ചെയ്തത് മീൻ ഫ്രൈ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാൻ. അപ്പോൾ മീനിന് നല്ല മണമുണ്ട് മീനിന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത്. സോ നമ്മളിത് 1-2 വട്ടം ഒന്ന് തിരിച്ചിട്ടായിരുന്നു. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഓക്കെ. നന്നായിട്ട് മുഴുവണമെങ്കിൽ ഇനി സമയം എടുത്ത് ചെയ്യണം. ബട്ട് ഇപ്പോഴും കഴിക്കാൻ പറ്റും കേട്ടോ. സോ ഇനി അപ്പം കൊണ്ട് വെയിറ്റിംഗ് ആണ്. കുഴപ്പമില്ല, ഇനി വെയിറ്റ് ചെയ്തു. കുറച്ച് മുരിയണം. മുരി നേരെ വെയിറ്റ്. സോ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത മീൻ ഇടണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് മസാല നിർത്തും. അതിൽ ഈ നെക്സ്റ്റ് മീൻ എടുപ്പോൾ അതിൽ കഴുകി ഒട്ടി നിൽക്കും. ഓക്കെ. നമുക്ക് ഇച്ചിരി എണ്ണ വെച്ച് ബാക്കിയുള്ള മീൻ ഫ്രൈ ചെയ്യും. നമ്മൾ ആദ്യം ചെയ്ത പോലെ കരിവേപ്പില ഇടാം. ചട്ടി ഓൾറെഡി ചൂടായതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മീനിടാം. ഓക്കെ. ഉണ്ണി അപ്പം മുതലേ മീനിടണം പറയുന്നില്ലായിരുന്നു. സോ ഒന്ന് അവനെ കൊണ്ട് തന്നെ ഇടിപ്പിക്കാം. ഒരെണ്ണെടുത്ത് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. 5 minutes ഫോർ ഈച്ച് സൈഡ്. ഏകദേശം ഇങ്ങനെ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. സോ ഇതാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ. നമ്മളിപ്പോൾ ഇനി കഴിക്കാൻ പോവാണ്. സോ മീൻ വേണം. ഓക്കെ. സൺഡേ സ്പെഷ്യൽ എൻ്റെ ചേച്ചിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ താങ്ക് യു ദേവു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.
അപ്പോൾ ഇനി സൺഡേ ആണ്, ആഫ്റ്റർനൂൺ ആണ്. അപ്പോൾ കഴിച്ചിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുക. താങ്ക് യു.